ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കടലാസ് ചെടികൾ പലതും പല സമയത്താവും പൂക്കുന്നത്. ഒന്നിച്ച് എല്ലാം കൂടി പൂക്കാറില്ല. അതുകൊണ്ട് തന്നെ പൂക്കൾ നിറഞ്ഞ് നല്ല മിഴിവോടെ നിൽക്കുന്ന ചെടികളും പൂക്കൾ കുറച്ച് മാത്രമുള്ളവയും ഫെയ്ഡായ പൂക്കളുള്ളവയും എല്ലാം നമ്മുടെ ഗാർഡനിലുണ്ടാവും. ഇവിടെ ആദ്യം പൂത്ത റൂബിയിലും ഓപ്പാലിലും ഫയറിലുമൊക്കെ പൂക്കൾ മങ്ങി നിൽക്കുകയാണ്. ഇനി അവയെ ഗാർഡനിൽ നിന്നും മാറ്റിയിട്ട് പരിചരണങ്ങളൊക്കെ കൊടുത്ത് ഒരു 15 ദിവസം കൊണ്ട് വീണ്ടും ഭംഗിയുള്ളതാക്കി മാറ്റണം. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പൂക്കൾ കാണാം, അതിനുശേഷം വീഡിയോയിലേക്ക് പോകാം. ഈ ഓപ്പാൽ ഓറഞ്ചിൻ്റെ പൂക്കളൊക്കെ കണ്ടോ, ഇപ്പം നന്നായിട്ട് അങ്ങ് ഫെയ്ഡായിട്ട് തൊട്ടാൽ നമുക്ക് കടലാസ പിടിക്കുന്ന പോലെ തന്നെ ഒരു കിലുക്കമുണ്ട്. അത്രയ്ക്ക് ഇത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇതുപോലെ എല്ലാ പൂക്കളും പറിച്ചു മാറ്റിക്കളയാം. ഇതിങ്ങനെ നിന്നാൽ ഇതുപോലെ കുറേ ദിവസങ്ങളങ്ങ് നിൽക്കും. ഒരു 10-15 ദിവസം കൂടി ഇങ്ങനെ നിന്നിട്ട് പിന്നീട് അത് തീരെ അങ്ങോട്ട് ഫെയ്ഡായിട്ടാണ് കുറച്ചൊക്കെ പൊഴിയാതെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പൂക്കൾ വരാനായിട്ട് വൈകും. അതുകൊണ്ട് നമുക്ക് ഈ പൂക്കളെല്ലാം ഇങ്ങനെ നുള്ളിയെടുക്കാം. പെട്ടെന്ന് പോരും, അതൊക്കെ നുള്ളി അതിനെ നമുക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ ചെടി ഇപ്പോൾ ഇതുപോലെ വൃത്തിയായി എല്ലാ പൂക്കളും ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അഗ്രഭാഗം ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റിയാൽ മതി. പൂക്കൾ വന്ന അഗ്രഭാഗങ്ങളും പൂ വന്ന തണ്ടുകളും മുറിച്ച് മാറ്റണം. കണ്ടോ, ഇതുപോലെ ചെറിയ പൂ വന്ന തണ്ടുകൾ ഇങ്ങനെ നിൽക്കും, അത് നമ്മൾ മുറിച്ച് മാറ്റണം. അങ്ങനെ എല്ലാ ബ്രാഞ്ചിലെയും പൂ വന്ന തണ്ടുകളും, ആ തണ്ട് കുറച്ചും വെട്ടിയാൽ മതി, ഒരുപാട് നമ്മൾ താഴ്ത്തി വെട്ടേണ്ട കാര്യമില്ല. അറ്റം മുറിച്ച് വിടുക. അതുപോലെ പൂ വന്ന തണ്ടുകളും ഇതുപോലെ മുറിച്ച് മാറ്റുക. അങ്ങനെ ചെടിയെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കാം. ഒരുപാട് ഇപ്പോൾ ഈ ഓപ്പാലൊക്കെ ഇങ്ങനെ താഴേക്ക് ചിലപ്പോൾ നീണ്ട് വളർന്ന് കിടക്കും. അങ്ങനെ ചെടിക്കൊരു ഷേപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഷേപ്പിൽ നിർത്തുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് കാണുന്ന ഈ പൂ വന്ന തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് അവിടെ നിന്നും വീണ്ടും മുള പൊട്ടിയിട്ട് അത് പൂക്കളായിട്ട് മാറും. അപ്പോൾ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവും. കണ്ടോ, എത്ര മുളകളാണ് അതിൻ്റെ ഇടയ്ക്ക് കമ്പിലൊക്കെ വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതോടുകൂടി വീണ്ടും അവിടുത്തെ ഓരോ ലീഫ് നോഡിൽ നിന്നും ചെറിയ ഒരു മുള പൊട്ടും. അതിൽ 1-2 ഇലകൾ കാണും.
എന്നാൽ ബാക്കി ഭാഗം മുഴുവനും പൂക്കളായിരിക്കും. അങ്ങനെ ഇല കാണാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ ഇത് നിറഞ്ഞു പൂക്കാനായിട്ട് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ചെടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി അഗ്രഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെടിക്ക് വളം കൊടുക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ ചെടിയെ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ അത് ഹാർഡ് പ്രൂണിങ് ആകട്ടെ സോഫ്റ്റ് പ്രൂണിങ് ആകട്ടെ എന്തായാലും നമ്മൾ ചെടിക്ക് വളം കൊടുക്കണം. അപ്പം അതിനായിട്ട് ചെടിക്ക് ഉള്ളിലുള്ള നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിലുള്ള ഈ അഴുക്ക് ഇലകളും പൊഴിഞ്ഞു വീണ ഇലകളും അതും ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചുവട്ടിലൊക്കെ കിടക്കും, അതെല്ലാം ഒന്ന് പെറുക്കി മാറ്റിക്കളയുക. അതിനുശേഷം എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന്, നമ്മൾ ഈയിടെയൊക്കെ വളം കൊടുത്ത് ഇളകി കിടക്കുന്ന മണ്ണാണ്, ചെറുതായിട്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കുക. കുറച്ചൊന്ന് ഇളക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്നത് NPKയുടെ 19-19-19 എന്ന് പറഞ്ഞാൽ 3-19 വളം. നൈട്രജന് 19% പൊട്ടാസ്യവും ഫോസ്ഫറസും 19% വീതമാണ് ഇതിനകത്ത് ഈക്വലായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചെടിയെ വളരും, അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാകും, വേരിന് നല്ല കരുത്ത് വെക്കും. അതുപോലെ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ചെടി വീണ്ടും നിറഞ്ഞു പൂക്കുകയും ചെയ്യും. ഇതിലൊരു 5 ഗ്രാമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. 5 ഗ്രാമിൻ്റെ ഒരു സ്പൂണിന് നിറയെ എടുത്തിട്ട് അത് ചെടിയുടെ ചുറ്റുമായിട്ട് തണ്ടിൻ്റെ അരികിലല്ലാതെ മണ്ണിൽ കൂടി ഇളക്കി നമ്മൾ എല്ലായിടത്തും യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തുമുള്ള പറ്റുവേരുകൾ ഈ വളം അപ്പോൾ വലിച്ചെടുക്കും. പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന വളമാണ് ഈ 19-19-19. അതുകൊണ്ട് അതാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഞാനിവിടെ സ്ഥിരം കൊടുക്കാറ്. ഇത് വേഗം ഈ വെള്ളത്തിൽ അലിയും. അതുപോലെ ചെടിക്ക് അന്നേരം പെട്ടെന്ന് തന്നെ മുകളിലുള്ള ഈ പറ്റുവേരുകൾ, ചെടിയുടെ മുകൾ ഭാഗത്താണ് ഈ പറ്റുവേരുകളുള്ളത്, അതാണ് പെട്ടെന്ന് വളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറ്റുവേരുകൾ പെട്ടെന്ന് തന്നെ ഈ വളം വലിച്ചെടുത്തോളും. 15 ദിവസത്തിനുള്ളിൽ ചെറിയ ചെറിയ മുളകളും അതോടൊപ്പം തന്നെ പൂക്കളും കൊണ്ട് ചെടി നിറയും. ഈ ചെടി കണ്ടോ, ഇത് ബ്രിസായുടെ മജന്ത കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഇതിൻ്റെ ഓരോ ബ്രാഞ്ചും ഇതുപോലെ അറ്റം കട്ട് ചെയ്ത് വിട്ടിരുന്നതാണ് പൂക്കൾ കഴിഞ്ഞ ശേഷം. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ആ കട്ട് ചെയ്ത ബ്രാഞ്ചിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എത്ര കിളിപ്പുകളാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ. ഒരുപാട് മുള പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഓരോ ബ്രാഞ്ചിലും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. ഇനി ഇത് നിറഞ്ഞു പൂക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്കിനി അടുത്ത ആഴ്ചയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.